നിങ്ങൾ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് താടിയും മുടിയൊക്കെ നരച്ചു പോയ ആളുകൾ, ഇത് നരച്ചിട്ട് കാണാത്തവരുണ്ട് അല്ലെ. നരച്ചിട്ടുണ്ട് പക്ഷെ നിര കാണുന്നില്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. ആദ്യമായിട്ട് താടി നരച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടി രോമങ്ങളാണ്. താടി രോമങ്ങൾ നരച്ചപ്പോ തന്നെ കറുപ്പിച്ച് കളഞ്ഞത് ഫിറഔനാണ്. അപ്പൊ ഫിറഔന്റെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രമിക്കുക. ഏതായാലും വയസ്സാകുമ്പോഴാണ് താടി മുടിയും നരക്കുക. നരബാധിക്കുന്നത് വയസ്സാകുമ്പോഴാണ്. അതിന് എത്ര കറുപ്പിച്ചാലും പാസ്പോർട്ടിലെ ഡേറ്റ് മാറ്റാൻ കഴിയില്ല. പാസ്പോർട്ടിലെ ഡേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വയസ്സാകുന്നതിനനുസരിച്ചിട്ട് എല്ലുകൾക്കൊക്കെ തടിക്കൊക്കെ ഒരു ക്ഷീണം സംഭവിക്കുമല്ലോ, ആ ക്ഷീണമൊന്നും മാറ്റാൻ കഴിയില്ല. അതൊക്കെ അങ്ങനെ ക്ഷീണിച്ച് പോകും. എത്ര കറുപ്പിച്ച് 90 വയസ്സായാലും ഇതും താടിമുടിയും മീശയൊക്കെ കറുപ്പിച്ച് നടക്കാം. പക്ഷെ എങ്ങനെ ഉണ്ടാവും, വളഞ്ഞിട്ട് നടക്കാനൊന്നും കഴിയില്ല എന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇതൊക്കെ വയസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഏതായാലും ഒരു പെണ്ണും കെട്ടി മക്കളുണ്ട് അല്ലെ, പെണ്ണും കെട്ടി മക്കളുണ്ട്. ഇനി ആരും പെണ്ണ് തരാൻ പോവില്ല. ഈ കറുപ്പിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെണ്ണുണ്ട്, മക്കളുണ്ട്. നിങ്ങളിങ്ങനെ താടി കറുപ്പിച്ച് നല്ല ചുള്ളന്മാരായിട്ട് നടന്നു എന്ന് വിചാരിച്ച ആരും പെണ്ണ് തരാനൊന്നും ഇനി പോവില്ല. ഏതായാലും അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. ഇവിടെ നബിച്ചങ്ങളുടെ താടി രോമങ്ങളും വിരലിലെണ്ണാവുന്ന ഒരൽപ്പം മുടിയും നരബാധിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ നബിച്ചങ്ങൾ പറഞ്ഞ മറുപടി ശയ്യബത്തിനി ഹൂദ്, പരിശുദ്ധമായ സൂറത്തുൽ ഹൂദാണ്. ഹൂദ് സൂറത്ത്. പിന്നെയോ വാഖിഅ സൂറത്ത് പാരായണം ചെയ്തപ്പോഴാണ് എന്റെ താടിരോമങ്ങളും എന്റെ മുടിയും നരബാധിക്കാൻ കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വാഖിഅ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ മുടി നരച്ചുപോയി എന്നാണ്. നമ്മൾ മുടി നരക്കാൻ കാരണം പറയുന്നത് ഗൾഫിൽ പോയി എന്നാണ്. ഗൾഫിലെ ചൂടാണ്, വെള്ളം മാറിയതാണ്, അതുപോലെ ഹോർമോൺ കുറവാണ്. ആർക്കെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഇന്നേ വരെ നരബാധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കൈപോക്കിയ. ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചവർ, വഅദ് കേട്ടിട്ട് നരബാധിച്ചവർ, ഖുർആൻ ഓതിയിട്ട് നരബാധിച്ചവർ ആരാണ് ഇവിടെയുള്ളത്? സത്യത്തിൽ നമ്മൾക്കല്ലയോ നരബാധിക്കേണ്ടത്? നമ്മളല്ലയോ തെറ്റുകാർ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ, ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ? ഇന്നു രാത്രി ഞാൻ നിസ്കരിക്കട്ടെയോ ആയിഷ? ആ സമയത്താണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, നബിയേ, നിങ്ങൾ നിസ്കരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്റെ കൂടെ കിടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് കൂടെ കിടക്കണം, ഭർത്താവ് കൂടെ വേണമെന്നുള്ള ചിന്തയുണ്ടാകും. അതുപോലെ തന്നെയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും ഉണ്ടായത്. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ കിടക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിസ്കരിക്കലല്ല. നിങ്ങൾ ചോദിക്കലുണ്ടോ ഭാര്യമാരോട് പുറത്തു പോകുമ്പോ, ഞാൻ ഇന്ന് പുറത്തു പോയിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമമുണ്ടോ? ചോദിക്കലുണ്ടോ? ക്ലബിലിരിക്കും കുറച്ച് ചെറുപ്പക്കാര്, ബസ് സ്റ്റാൻഡിലിരിക്കും, വെടികെത്തെണ്ണയിലിരിക്കും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകും. ഇപ്പൊ രാത്രി ആരും ഉറങ്ങലില്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ രാത്രി ആരും ഉറങ്ങാറില്ല. 2 മണിക്കും 1 മണിക്കും 3 മണിക്കൊക്കെ ഹോട്ടലുകളിലൊക്കെ വലിയ തിരക്കാണ്. ബസ് സ്റ്റാൻഡിൽ ആളുണ്ടാകും, ടൗണുകളിൽ ആളുകളുണ്ടാകും, ക്ലബുകളിൽ ആളുകളുണ്ടാകും. ഉറക്ക് കുറവാണ്. അപ്പൊ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും. അവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാറുണ്ടോ, ഞാൻ ഇന്നൊന്ന് പുറത്തു പോയിക്കോട്ടെ, ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയിക്കോട്ടെ, ഒന്ന് ഞാൻ കളി കാണാൻ വേണ്ടി പോയിക്കോട്ടെ, കളിക്കാൻ വേണ്ടി ഞാൻ പോയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത് കളി കാണാനല്ല, സംസാരിക്കാനല്ല. സ്വന്തം മുറിയിലിരുന്നിട്ട് ആയിഷ ബീവി കിടന്നുറങ്ങുന്നുണ്ട് അവിടെ. ആയിഷ, ഇന്ന് എനിക്കൊന്ന് നിസ്കരിക്കാൻ സമ്മതം തരുമോ എന്നാണ്. നിസ്കരിക്കാനാണെങ്കിൽ ഭാര്യമാർക്ക് എന്നേ സമ്മതം ഉണ്ടാവും. നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനെ നിസ്കരിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഇത് നിസ്കരിക്കുവാനല്ല നമ്മൾ പോകുന്നത്. നബി തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ എന്റെ പുതപ്പിൽ ഒന്നിച്ചിരി കിടന്നുറങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിനി നിസ്കരിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഞാനൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ, എന്റെ സമ്മതമുണ്ട്.
അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ തുടങ്ങി. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയതാണ്. നിസ്കാരത്തിൽ നീണ്ട നിസ്കാരമാണത്. നിന്നുകൊണ്ട് കരയുന്നുണ്ട്, ഇരുന്നു കൊണ്ട് കരയുന്നുണ്ട്, സുജൂദിൽ പോയി കരയുന്നുണ്ട്. താടി രോമങ്ങൾ നിറയെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയിട്ടുണ്ട്. നബിതങ്ങൾ ഇരുന്ന് കരഞ്ഞത് കാരണം മടിത്തട്ടും നനഞ്ഞു പോയിട്ടുണ്ട്. സുജൂദിൽ പോയി കരഞ്ഞത് കാരണത്താൽ നബിതങ്ങളുടെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലങ്ങളും സുജൂദിന്റെ സ്ഥലങ്ങളും നനഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾക്ക് സുബ്ഹിയായതറിഞ്ഞില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരമാണ്, സുബ്ഹിയായതറിഞ്ഞില്ല. ആ സമയത്താണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നബിയെ നിസ്കരിക്കാനുള്ള സമയമായി, നിസ്കരിക്കട്ടെയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുന്നത് കാണാനിടയായി. ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ തബ്കീ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി നബിയെ നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹു തആല എല്ലാവിധ പാപങ്ങളിൽ നിന്നും അല്ലാഹു നിങ്ങളെ സലാമത്താക്കിയിട്ടുണ്ടല്ലോ. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരികയുമില്ല. തെറ്റ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല, തെറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, തെറ്റ് നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങളിലേക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ്. 25 വയസ്സ് വരെ സ്വാഭാവികമായി എല്ലാവരും മടിച്ചു പൊളിക്കുന്ന യുവത്വത്തിൽ പോലും നിങ്ങളെ കുറിച്ച് ആളുകൾക്ക് നല്ലതേ പറയാനുണ്ടായിട്ടുള്ളൂ. 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നബുവത്ത് ലഭിക്കുന്ന 40 വയസ്സ് വരെ ആ സമയത്ത് പോലും നിങ്ങളെ കുറിച്ച് ഒരാൾക്ക് പരാതിയില്ല. ഇന്ന് നിങ്ങൾക്ക് ഏകദേശം 60 വയസ്സായി, ഒരു തെറ്റ് നിങ്ങൾ കാണുകയോ ചെയ്യുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനെ ഓർത്തിട്ടാണ് നിങ്ങൾ കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ബിലാലേ, ഇന്നലെ രാത്രി പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് അല്ലാഹു ഇറക്കി തരികയാണ്. ഇന്നലെ ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങിയത്. സൂറത്തു ആലു ഇംറാനിലെ 190-ാമത്തെ ആയത്താണത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മറിയുന്നതിൽ ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, പാഠമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, നിന്നുകൊണ്ട് അഥവാ നിസ്കാരത്തിലായിരിക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വഖൂദൻ, ഇരുന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആകാശങ്ങൾ സൃഷ്ടിച്ച അല്ലാഹുവിനെ, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ഇനി രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ടോ? മരിച്ചുപോയ നമ്മെ ഈ എല്ലുകളിൽ നിന്ന്, ഖബറിൽ നിന്ന് രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ട് എന്ന് യുക്തിവാദികൾ പറയാറുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഇതൊരു പണിയാണോ? ഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഇതൊരു പണിയാണോ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, എന്നിട്ട് പറയാണ്, ഈ ആകാശങ്ങളെ നീ സൃഷ്ടിച്ചത് വെറുതെയല്ലല്ലോ. ഇതിലൊരുപാട് പാഠമുണ്ട്. കാരണം വിശാലമായി നീണ്ടു കിടക്കുന്ന ആകാശങ്ങൾ, ഈ 7 ആകാശങ്ങളെക്കാളും വീതിയുണ്ട് സ്വർഗത്തിന്, ഈ 7 ഭൂമിയെക്കാളും വീതിയുണ്ട് സ്വർഗത്തിന്. ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയെക്കാളും വീതിയുണ്ട് നമ്മുടെ സ്വർഗീയ ലോകത്തിന്. ഈ ആകാശങ്ങൾക്ക് എവിടെയും തൂണുകളില്ല, എവിടെയെങ്കിലും പില്ലറുകളില്ല. ഇത്ര ചെറിയ സ്റ്റേജിൽ പോലും 4ഓളം പില്ലറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വിശാലമായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങളിൽ പില്ലറുകളില്ല. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമാണ്. ആ
ആർക്കാണ് ഒരു പില്ലറില്ലാതെ ഒരു ബിൽഡിംഗ് നിലനിർത്താൻ കഴിയുന്നത്? ആർക്കാണ് തൂണുകളില്ലാതെ ഒരു റൂഫ് നിലനിർത്താൻ കഴിയുന്നത്? നിനക്കല്ലാതെ പിന്നെ ആർക്കാണ്? റബ്ബനാ, അല്ലാഹുവേ, മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ. സുബ്ഹാനക, അല്ലാഹുവേ, നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു റബ്ബേ. നിനക്ക് ന്യൂനതകളില്ല റബ്ബേ, നിനക്ക് കുറവുകളില്ല റബ്ബേ. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് അല്ലാഹുവേ, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ മഹത്തായ ആയത്തുകൾ പാരായണം ചെയ്യുന്ന സമയത്ത് ആരാണോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ പാരായണം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ആകാശ ലോകങ്ങളിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാതെ പാരായണം ചെയ്യുന്ന ആളുകൾ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അത്തരം ആളുകൾ അപകടത്തിലാണ്, അത്തരം ആളുകൾ നാശത്തിലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞതാണ്. പരിശുദ്ധമായ സൂറത്തുകൾ ഓതുമ്പോൾ, ചില ആയത്തുകൾ ഓതുമ്പോൾ ആലോചിക്കൽ നിർബന്ധമാണ്, ആശയങ്ങൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്, ഗവേഷണം നടത്തൽ നിർബന്ധമാണ്, ഒരൽപ്പസമയം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ നിർബന്ധമാണ്. ഈ സൂറത്തു ആല ഇമ്രാനിലെ 190, 191 ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥമാലോചിക്കാതെ വളരെ വേഗത്തിൽ ഒരാൾ ഓതിവിട്ടാൽ അവർ അപകടത്തിലാണ് എന്ന ആയത്തിറങ്ങി. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ അവര് കരയും. ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരാരാ? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുമത്രേ. വാദകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രകമ്പനമുണ്ടാകും. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോ ഓതിക്കേൽപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ, വഅല കേൾക്കുമ്പോൾ നമ്മൾക്ക് മാറ്റങ്ങളുണ്ടോ എങ്കിലത് ഈമാനിന്റെ ലക്ഷണങ്ങളാണ്. മാറ്റങ്ങളില്ലേ, എന്തോ ഒരു അപാകത നമ്മൾക്ക് വന്നുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വഅലിന് വന്നിട്ട് നമ്മളിരിക്കും, വഅൽ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരു മാറ്റവും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ, ഒരു ചേഞ്ചും നമ്മൾക്ക് വരുന്നില്ല എങ്കിൽ, മനപരിവർത്തനം നമ്മൾക്കില്ല എങ്കിൽ, എന്തോ ഒരു അപാകത, എന്തോ ഒരു ന്യൂനത, എന്തോ ഒരു മിസ്റ്റേക്സ് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈമാനിന്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ചേഞ്ച് ഉണ്ടോ, നന്നാവണമെന്നുള്ള ചിന്തയുണ്ട്, മാറ്റം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, അത് ഈമാനിന്റെ ലക്ഷണമാണ് എന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ താടിരോമങ്ങളും മുടിയും നരബാധിക്കാനുള്ള കാരണം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദ്, എന്റെ മുടികൾ നരബാധിക്കാനുള്ള കാരണം സൂറത്തുൽ ഹൂദ് ഞാൻ പാരായണം ചെയ്തതാണ്, സൂറത്തുൽ വാഖിഅ ഞാൻ പാരായണം ചെയ്ത് പേടിച്ചുകൊണ്ട് നരബാധിച്ചതാണ്, വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്ത് പേടിച്ച് എന്റെ മുടികൾക്ക് നരബാധിച്ചതാണ്. ഡോക്ടർമാര് പറയും, നരബാധിച്ചാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ടെൻഷൻ വരുമ്പോഴാണ് ഒരാൾക്ക് നരബാധിക്കുന്നത്. ഇതെല്ലാം ആലോചിച്ച് പാരത്രിക ലോകത്തെ മഹ്ശറയുടെ, നരകത്തിന്റെ, അതുപോലെ സിറാത്തിന്റെ കഥകൾ, ഖബറിലെ കഥകൾ, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ നിറയുമ്പോഴാണ് നരബാധിക്കാനുള്ള കാരണം. ഇതെല്ലാം പാരായണം ചെയ്ത് ആഖിറത്തിലെ അദാബിനെ കുറിച്ച് പേടിച്ചിട്ടാണ് എന്റെ മുടികൾക്ക് നരബാധിച്ചത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിൽപ്പെട്ട ആർക്കാണ് ഇങ്ങനെ ഖുർആനോദി മാറ്റങ്ങൾ ഉണ്ടായത്? ഖുർആനോദിയിട്ട് നരബാധിച്ചതാരാണ്? ഖുർആനോദിയിട്ട് പേടിച്ചു പോയതാരാണ്? പരിശുദ്ധമായ സൂറത്തുൽ വാഖിയയിൽ എന്താണ് അല്ലാഹു പറയുന്നത്? ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ,
ഇദാ വഖഅത്തിൽ വാഖിഅ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ ആ ഖിയാമത്ത് നാളിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇന്നൊരു പക്ഷേ ആളുകൾ പറയും അങ്ങനെ ഒരു ലോകാവസാനമില്ല എന്ന്, ദജ്ജാൽ കടന്നു വരൂല എന്ന് പറയും. ഇന്ന് ജനങ്ങൾ പറയും അങ്ങനെയൊന്നുമില്ല, ലോകാവസാനമൊന്നുമില്ല, പടച്ചവനെന്ന് അല്ലാഹു ഇല്ല, സൃഷ്ടാവില്ല, പിന്നെ ദജ്ജാൽ കടന്നു വരൂല, പടിഞ്ഞാറ് നിന്ന് സൂര്യനുദിക്കൂല, ഇതൊക്കെ വെറുതെയാണെന്ന് പറയും. പക്ഷേ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയൂല എന്നാണ്. നിങ്ങൾക്കറിയുമോ ഒരു യാഥാർത്ഥ്യം? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സമയമായിട്ടുണ്ട്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു വിഷയമാണിത്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ? എന്തൊക്കെയാണ്? ദജ്ജാൽ കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. യഅജൂജ് മഅജൂജ് കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ദാബത്തുൽ അർള് ദൃഷ്ടാന്തമാണ്. ഖിയാമത്ത് നാൾ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ അന്ന് ഒരാളുടെ ഈമാനും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അഥവാ ദജ്ജാൽ പുറപ്പെട്ട വിവരം നമ്മുടെ ചാനലുകളും പത്രങ്ങളും ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നോ നാളെയോ ദജ്ജാൽ വന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മുടെ ചാനലുകളിലൊക്കെ വാർത്ത വരൂലേ, ദജ്ജാൽ പുറപ്പെട്ടു എന്നുള്ള വാർത്ത വരൂലേ? ഇവിടെ ഇല്ല, നിങ്ങള് ഇവിടെ ഉണ്ടാ? വരുവോ? എന്ത് നിങ്ങൾ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? സൗദിയിൽ നിന്ന് സൗദി രാജാവ് വരുമ്പോ എല്ലാ പത്രത്തിലും നിറയെ സൗദി രാജാവാണ്. ദജ്ജാൽ വന്നാ പിന്നെ കൊടുക്കാത്തത്? എന്തായാലും കൊടുക്കൂലേ? ദജ്ജാൽ പുറപ്പെട്ടാൽ എന്തായാലും പത്രങ്ങളിൽ വാർത്ത കൊടുക്കൂലേ? ഇനി മുക്കി വെക്കാൻ കഴിയോ? മൂടി വെക്കാൻ കഴിയോ? ഏത് മുസ്ലിങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു പറഞ്ഞ് എത്ര കാലം മൂടി വെക്കും? ഇവിടെ ചാനലുകൾ ഒന്നല്ലല്ലോ, എല്ലാവർക്കും ഇല്ല ചാനല്, എല്ലാവർക്കും ഇല്ല പത്രങ്ങള്. ദജ്ജാൽ പുറപ്പെട്ടാലും യഅജൂജ് മഅജൂജ് കടന്നു വന്നാലും ആ സമയത്തുള്ള ടെക്നോളജി എന്ത് നമ്മൾക്കറിയില്ല. അന്നത്തെ ടെക്നോളജി ഇതിനേക്കാളും ഡെവലപ്ഡ് ആണോ അല്ല പഴയകാല ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം തിരിച്ചു പോകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇന്നത്തെ സാഹചര്യം ഞാൻ പറയണം. ഇന്നോ നാളെ ദജ്ജാൽ പുറപ്പെട്ടു എങ്കിൽ നാളത്തെ സുപ്രഭാതം ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നത് എന്നാൽ ഇന്ന സ്ഥലത്ത് ദജ്ജാൽ പുറപ്പെട്ടു എന്നാണ്. പത്രങ്ങളിലെ 1-ാം പേജും 2-ാം പേജും 3-ാം പേജും എല്ലാം ദജ്ജാലിന്റെ കഥകളാണ്. അങ്ങനെ ദജ്ജാൽ എത്ര വലിയ സംഭവം അല്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് പല കളികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. ഏതായാലും അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ലോകത്തുള്ള സർവരായ ആളുകൾക്കും മനസ്സിലാകും ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ എന്ന്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ ഇത്. അപ്പൊ ഇസ്ലാം സത്യമാണല്ലോ എന്ന് മനസ്സിലാവും. മനസ്സിലാവൂലേ? നമ്മൾ സഹകരിക്കണം കേട്ടോ, തലാട്ടണം വെറുതെങ്കിലും. മനസ്സിലായില്ല എന്തായാലും അല്ല, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും മതമുള്ളവനും മതമില്ലാത്തവരൊക്കെ പറയും ഇത് പണ്ട് പറഞ്ഞ. മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് ഡൗട്ടുണ്ടാകും, ഇതൊക്കെ മൗലവിമാർ വെറുതെ വിടുന്നതാണോ എന്നുള്ള ഡൗട്ടുണ്ടാവും. അവർക്ക് പോലും തോന്നും പഠിച്ചോനെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണല്ലോ, പറഞ്ഞതാണല്ലോ, ഇസ്ലാം സത്യമാണല്ലോ എന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്ലാം സത്യമാണ് എന്ന് മനസ്സിലായാൽ ഖബറിലൊരു ജീവിതമുണ്ട് എന്നവർക്ക് തിരിച്ചറിയും. ഇനി മരിച്ചാൽ ഖബറിൽ ചോദ്യമുണ്ട്. ദജ്ജാൽ വന്നു കഴിഞ്ഞു, ദജ്ജാലിനെ നമ്മൾ കണ്ടു. ഇനി എന്തായാലും നാളെ മഹ്ശറയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, നരകമുണ്ടാകും, സിറാത്ത് ഉണ്ടാകും എന്ന് പേടിച്ച് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയാണെങ്കിൽ
നമ്മുടെ നാട്ടിൽ സൂര്യൻ എവിടുന്ന ഉദിക്കല്? പടിഞ്ഞാറുന്നല്ലേ അല്ലേ? കേൾക്കുന്നല്ലേ? അങ്ങനെ സൂര്യൻ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നൊരു ദിവസം ഉദിക്കുന്നത് കാണാനിടയായാൽ, നാടിന്റെ പേര് ചെറുവട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തുകാർ ഉടനെ തന്നെ പത്രത്തിലേക്ക് വിളിക്കും, ഓഫീസിലേക്ക് വിളിക്കും. ഇവിടത്തെ നമ്മുടെ നാടിൽ പടിഞ്ഞാറ് നിന്നാണ് സൂര്യൻ ഉദിച്ചത്. വീഡിയോകൾ വരും, ചാനലുകൾ വരും, പത്രങ്ങളിൽ വാർത്തകൾ വരും. അന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, കിട്ടിയാലേ പഠിക്കുള്ളൂ. ചില ആളുകൾക്ക് 4 കൊടുത്താലേ പഠിക്കുള്ളൂ. അങ്ങനെയുണ്ട്. ചോദിച്ചു വാങ്ങുന്ന ആളുകളൊക്കെ അല്ലേ, വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കും. കുറെ ചൊറിയുമ്പോ 4 കിട്ടും, അപ്പൊ അയാൾക്ക് മനസ്സിലാവും. കിട്ടേണ്ടത് കിട്ടുമ്പോ അയാൾ സ്ഥലം വിടും. അതേപോലെ ചില ആള് കിട്ടിയാലേ പഠിക്കുള്ളൂ. കണ്ണിന്റെ മുമ്പിൽ കാണണം. അതിനിപ്പോ മുഅ്മിൻ എന്ന് പറയണം. കണ്ണിന്റെ മുമ്പിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എങ്കിൽ അയാളെ വിശ്വാസി എന്ന് പറയണം. അതിപ്പോ ആർക്കും വിശ്വസിച്ചൂടെ? ഏതൊരു മൃഗത്തിന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന വിഷയമല്ലേ ഏത്? കണ്ണിന്റെ മുമ്പിലുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമല്ല. അത് ഏത് അണ്ടംകമ്മികൾക്കും പറ്റിയതാണത്. ഞാൻ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസി എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞ നമ്മൾ കാണാത്ത വിഷയങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നമ്മൾ അറിയാത്ത കാണാത്ത വിഷയങ്ങൾ അതിൽ നമ്മൾ വിശ്വസിക്കണം. ഖബർ നമ്മൾ കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, വൽ ഖബ്റു ഹഖ്ഖുൻ, ഖബർ യാഥാർത്ഥ്യമാണ്, ഖബറിൽ ചോദ്യമുണ്ട് എന്ന്, ഖബർ എടുക്കുമെന്ന്. ഖബറിലേക്ക് അല്ലാഹു തആല നല്ലവരല്ലെങ്കിൽ മോശക്കാരെങ്കിൽ അവിടെ ശിക്ഷകൾ നൽകുമെന്ന്. എത്രയോ നല്ല മയ്യിത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. ശരീരത്തെ മണ്ണ് തൊടാത്ത ശരീരങ്ങൾ വർഷങ്ങളായി. അതുപോലെ തന്നെ അല്ലാഹു ശിക്ഷിക്കുന്ന ഖബറിടങ്ങളും കാണുന്നുണ്ട്. വെക്കുന്ന ഖബറുകളിലെല്ലാം നിറയെ പാമ്പുകളാണ്. മാറ്റിയിട്ട് വേറൊരു ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. പിന്നെയും ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. ഇതൊക്കെ കണ്ടവരുണ്ട്. അതേപോലെ ഖബർ കുഴിച്ച് തുറന്നു നോക്കിയ ഉടനെ തീജ്വാലകൾ കൊണ്ട് നിറഞ്ഞ് കത്തിക്കറിയുന്ന ഖബറും കണ്ടവരുണ്ട്. അപ്പൊ നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖബറുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. നരകമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. സിറാത്ത് പാലമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? നബിച്ചങ്ങൾ ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യല്ല, ഇതൊരു കിംവദന്തികളല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം അവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാണാം. നബിച്ചങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, നബി ജനിച്ച സ്ഥലം കാണാം, മക്ക. നബിച്ചങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ ഹിറാ ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന ശത്രുക്കൾ കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന സൗർ എന്ന ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് കല്ലെറിഞ്ഞ ത്വായിഫിന്റെ മണലാരുണ്യങ്ങൾ കാണാം. അള്ളാഹുവിന്റെ ഹബീബിന് കുടൽമാലയിട്ട സ്ഥലങ്ങൾ കാണാം. നബിച്ചങ്ങൾ കിടന്നുറങ്ങിയ വീട് കാണാം. നബിച്ചങ്ങളുടെ മിമ്പർ കാണാം. എല്ലാം കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നബിച്ചങ്ങൾ എല്ലാ വിഷയങ്ങളും അവിടെയുണ്ട്. സംസം വെള്ളം അവിടെയുണ്ട്, ഹജറുൽ അസ്വദ് അവിടെയുണ്ട്, മഖാം ഇബ്രാഹിം അവിടെയുണ്ട്. ഒന്നും കെട്ടുകഥകളല്ല, ആരോ എഴുതിയുണ്ടാക്കിയ കഥകളല്ല, നോവലല്ല. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ശേഷമുള്ള സ്വഹാബാക്കളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്. താബിഈങ്ങളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്. ആദം നബിയുടെ കബറിടമുണ്ട്, മൂസാ നബിയുടേത്, ഏത് പ്രവാചകന്മാരുടെ കബറിടങ്ങൾ വരെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊന്നിലും സംശയമില്ല. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അല്ലാഹു ഇറക്കി തന്ന ഖുർആനാണിത്. ആ ഖുർആൻ പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതിനെന്തിനാ ഡൗട്ട്? എന്ത് സംശയമാണ് നമ്മൾക്ക് വേണ്ടത്? ഖുർആൻ പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ദജ്ജാലും പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴും യഅജൂജ് മഅജൂജ് പുറപ്പെട്ടാലും ദാബത്തുൽ അർള് പുറപ്പെട്ടാലും ആ സമയത്ത് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ് ചാനലുകളിലെ വാർത്തകൾ കാണുമ്പോൾ കടന്നു വരുമെന്നാണ്. ചന്ദ്രൻ പിളർന്നു എന്നതിന് പോലും വ്യക്തമായ അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ട്
നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹു തആല ഖുർആനിലൂടെ ആയത്തിറക്കിയത്. ശത്രുക്കളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ, നിങ്ങൾക്ക് അമാനുഷികമായ കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഒന്ന് മുകളിൽ, ഒന്ന് ഹിറാ ഗുഹയുടെ താഴെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആവശ്യപ്രകാരം ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, ഇതാ ലോകം അവസാനത്തോടടുത്തിരിക്കുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്തേ? ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോൾ ആരാണ് വിശ്വസിച്ചത്? നമ്മളിത് ഓതുമ്പോൾ തന്നെ വിശ്വസിച്ചു. കാരണം ഖുർആനാണ്. ചില ആളുകൾക്ക് അത് വിശ്വാസമുണ്ടായില്ല, ചില യുക്തിവാദികൾക്ക് അതിൽ വിശ്വാസമുണ്ടായില്ല. എന്നാൽ ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ, അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചത്. ആദ്യമായി ആ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചിട്ട് ആ ട്രാൻസ്ലേഷൻ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം കണ്ട സൂറത്ത് ഇതാണ്, അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം പരിശുദ്ധമായ മുസ്ഹഫ് മാറ്റിവെച്ച് പൂട്ടിവെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്രയൊക്കെ നുണകൾ പറയാൻ, ഇതുപോലെയുള്ള കെട്ടുകഥകൾ പറയാൻ, ഇതുപോലെയുള്ള പച്ചക്കള്ളം പറയാൻ ഇസ്ലാമിനെ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഇസ്ലാമിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പൂട്ടിവെച്ചു ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്നവർ. യൂട്യൂബിൽ പോയി, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇയാളുടെ ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിലൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാസയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയ ആളുകൾ അവിടെ പോയ ചർച്ച നടക്കുമ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്ന അടയാളങ്ങൾ ചന്ദ്രനിലുണ്ട്. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും 2 കഷ്ണമായി പിളർന്നതിന്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട്. എപ്പോഴോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട് വീണ്ടും കൂടി യോജിച്ചതുപോലെ ചന്ദ്രനിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ചാനലിന്റെ ചർച്ചയിലൂടെ ഈ ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആ വാർത്ത കണ്ടപ്പോഴാണ് തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്ന് ഞാൻ ഖുർആനിൽ വായിച്ചത് പച്ചക്കള്ളമല്ലല്ലോ, നാസയുടെ ആളുകൾ അവിടെ പോയി തിരിച്ചു വന്നിട്ട് അവര് കണ്ട യാഥാർത്ഥ്യം ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസ പിഡ്കോക്ക് എന്ന് മാറിയ ചരിത്രം നമ്മൾക്ക് നമ്മുടെ ഗൂഗിളിൽ പോയാലും യൂട്യൂബിൽ പോയാലും കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധമായ ഇസ്ലാം മിത്തുകളല്ല, കെട്ടുകടകളല്ല, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു മനുഷ്യന് ഇസ്ലാമിനെ തള്ളിക്കളയാൻ, തള്ളിപ്പറയാൻ കാരണമായത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നുള്ളതാണ്. അതേ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്ന കാരണത്താലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഇത് 2 കഷ്ണമായി പിളർന്നു എന്ന് നമ്മൾ കഷ്ണമാക്കി എന്തെങ്കിലും ഒരു ഈർച്ചവാള് കൊണ്ടെന്ന് നമ്മൾ മുറിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ അതിന് പശ കൊണ്ട് അതിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു അടയാളം കാണൂലേ? അതാ ആ ഒരു അടയാളമാണ് അവിടെ ഉള്ളത്. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു അടയാളം പോലും ഇല്ലാതെ അതിനെ കൂട്ടിച്ചേർക്കാമായിരുന്നു. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ അവിടെ ഒരു അടയാളം പോലും ഇല്ലാതെ കൂട്ടിച്ചേർക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് ആ അടയാളം ബാക്കി വെച്ചത്? 21ാം 19ാം നൂറ്റാണ്ടിൽ ഈ രാജ്യത്ത് നിന്ന്, നമ്മുടെ ലോകത്ത് നിന്ന് ലക്ഷങ്ങളല്ല $1 മില്യൺ ചെലവഴിച്ചിട്ട് അവിടേക്ക് പോയത് വെറുതെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ചർച്ചയിൽ ചോദിച്ചത്, അമേരിക്കയിൽ $1 മില്യൺ ചെലവഴിച്ച് ഇങ്ങനെ ഒരു പ്രയത്നം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കാരണം എത്രയോ മില്യൺ കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോ നാസയിലേക്ക് പോയ ആ ഡോളറുകൾ കൊണ്ട് എത്രയോ ആളുകളുടെ പട്ടിണി മാറ്റാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നാസയിലേക്ക് പോയ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു കാര്യം പഠിക്കാൻ കഴിഞ്ഞു എന്ന്. അഥവാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 കഷ്ണമായി പിളർന്നു, പിന്നെ അത് കൂടിച്ചേർന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന്. അഥവാ അമേരിക്ക ചെലവഴിച്ച $1 മില്യൺ അത് പരിശുദ്ധമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണമായി. എന്നിട്ട് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂല, തൗഫീഖ് ഇല്ലാഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് തൗഫീഖ് ഉള്ളതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി.
അതുപോലെയല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളം ഫിർഔനിന്റെ പട്ടാളമാണ് സാഹിറന്മാർ, മജീഷ്യന്മാർ. ഫിർഔനിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഫിർഔൻ അവർക്ക് ദൈവമാണ്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ സാധാ ദൈവമൊന്നുമല്ല, അൽ അഅ്ല, ഏറ്റവും വലിയ ദൈവം. ചെറിയ ദൈവങ്ങൾ വേറെ ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ദൈവങ്ങളുള്ളൂ. അന റബ്ബുകുമുൽ അഅ്ലാ. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം പോയി ഫിർഔനിന്റെ മുഖം നോക്കി പറയുന്നത്, നിങ്ങളല്ല ദൈവം അല്ലാഹുവാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്. എന്നിട്ട് തന്റെ കൈകളിലുള്ള മാജിക്കുകളല്ല, തന്റെ കൈകളിലുള്ള മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. വടിയിടുമ്പോൾ വടികൾ പാമ്പാവുന്നത്, കൈകൾ പ്രകാശിക്കുന്നത്, ഇതെനിക്ക് എന്റെ ദൈവം ഒരു ദൃഷ്ടാന്തമായി, ഒരടയാളമായി, ഞാനൊരു പ്രവാചകനാണ് എന്ന ഒരു ലക്ഷണമായി എനിക്ക് തന്നതാണ്. ഫിർഔൻ കളിയാക്കി ചിരിച്ചു. ഇത് നമ്മുടെ നാട്ടിലുള്ള മജീഷ്യന്മാർ ചെയ്യുന്നൊരു മാജിക്കാണ്, ഇതിനെയാണോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത്? എന്നിട്ടൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ളൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. അഥവാ നാട്ടിലുള്ള എല്ലാ മജീഷ്യന്മാരെ കൊണ്ടുവന്നു, മാരണക്കാരെ കൊണ്ടുവന്നു, സാഹിറന്മാരെ കൊണ്ടുവന്നു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മത്സരം തുടങ്ങുകയാണ്. അവരുടെ കൈകളിൽ വടികളുണ്ട്, അവരുടെ കൈകളിൽ വള്ളികളുണ്ട്, കയറുകളുണ്ട്. ആ കയറുകൾ ഇടുമ്പോൾ അത് വലിയ സർപ്പങ്ങളായി മാറുന്നുണ്ട്, പാമ്പുകളായി മാറുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ല, അത് മാജിക്കാണ്, മജീഷ്യന്മാർ ചെയ്യുന്ന മാരണവിദ്യയാണത്. പക്ഷേ മൂസാ നബിയുടേത് മാജിക് അല്ല, അത് അള്ളാഹു ഒറിജിനൽ പാമ്പാക്കി മാറ്റുന്നതാണ്. ഒരു മാജിക്കാരന് മാജിക് അറിയാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മുതുകാടോ ആരെങ്കിലും വന്നിട്ട് രണ്ടോട്ട് എങ്ങനെയൊക്കെ ആക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണും, ഓ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഒരു മജീഷ്യന് അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് ശരിക്കും തിരിച്ചറിയും. മാജിക് ചെയ്യുന്ന ആളുകൾക്ക് മാജിക് തിരിച്ചറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മജീഷ്യന്മാരൊക്കെ വന്നിട്ട് മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നബിയെ തുടങ്ങട്ടെ, മത്സരം തുടങ്ങട്ടെ, ടോസ് ഇടാൻ പോവാൻ. ആരാ ആദ്യം? നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ ചോദിച്ചു. നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ മത്സരം? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. എന്നിട്ട് ഓരോ ആളുകൾ അവരവരുടെ മാജിക്കുകൾ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ മാജിക് ഇന്നുണ്ട്? ഒരു മനുഷ്യനെ 2 കഷ്ണമായിട്ട് പിളർത്തുന്ന മാജിക് ഇല്ലേ? ഒരു ബോക്സിനുള്ളിലുള്ള ആള് 2 വട്ടം ഡും ഡും നോക്കുമ്പോ ഇല്ലാതെ അപ്രത്യക്ഷമാവുന്നില്ലേ? ഇന്നത്തെ മാജിക് കണ്ട പഠിച്ചോനെ ഒന്നും പറയണ്ട, ദജ്ജാലൊക്കെ വെറുതെ. അതുപോലെയുള്ള മാജിക് എന്നൊക്കെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് ചില മാജിക്കുകൾ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞങ്ങൾ തുടങ്ങട്ടെ. അവര് തുടങ്ങി. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന വടികളും കയറുകളും നിലത്തിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു. പാമ്പുകളായത് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും മാജിക് കഴിഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു, ഞാൻ എന്റെ മാജിക്, എന്റെ മുഅ്ജിസത്ത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടിയിടുമ്പോൾ അത് കണ്ണിൽ പൊടിയിട്ടതല്ല, ജനങ്ങളുടെ കണ്ണ് തെറ്റിക്കുന്ന ഒരു മാരണ വിദ്യയല്ല. അത് ഒറിജിനൽ പാമ്പാണ്, മറ്റുള്ളതുപോലെയല്ല. ഇത് ഒറിജിനൽ പാമ്പാണ്. ഇത് മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ ആണെന്ന്. ഉടനെ തന്നെ അവർ സുജൂദിൽ കടന്നു, മുസ്ലിമീങ്ങളായി. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മജീഷ്യന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്ന്. ഞാൻ പറയുന്നത് അത് തൗഫീഖാണ്. ഇവർ ആദ്യം വന്നത് ഫിർഔനിന്റെ സമീപത്തേക്കാണ്. ഫിർഔനിനോട് പറഞ്ഞു, നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നാ പറഞ്ഞത്. ആ ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്കുള്ള സമ്മാനം എന്താണ് എന്ന്. അപ്പൊ ഫിർഔന് പറഞ്ഞ മറുപടി, നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്. ലമിനൽ മുഖറബീൻ, എന്റെ സ്വന്തക്കാര്. നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുള്ളൂ. ആയിക്കോട്ടെ, എന്നാ ഇന്ന് ഞങ്ങൾ എന്നെ ജയിച്ചോളൂ. അവരാണ് സുജൂദിൽ കടന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വേറെ അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങളാവാൻ ഭാഗ്യം ലഭിച്ചില്ല. അഥവാ ഞാൻ പറയുന്നത് ഇതൊരു തൗഫീഖാണെന്ന് മനസ്സിലാക്കണം. എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാലമാണിത്. യുസ്ബിഹുൽ മുഅ്മിനു കാഫിറൻ വയുംസി കാഫിറാ. ഒരാൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ എണീറ്റ ഒരാൾ, ജമാഅത്തിന് പള്ളിയിൽ പോയ ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്ന കാലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്.
അതുപോലെ മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന് വഅലൊക്കെ കേട്ട ഒരാൾ രാവിലെ ആകുമ്പോഴേക്കും കാഫിറായി പോകുന്ന കാലമാണിത്. നിരീശ്വര വിശ്വാസത്തിലേക്ക് പോകുന്ന കാലമാണിത്. ഇസ്ലാമില്ല, ദൈവമില്ല, റബ്ബില്ല, സൃഷ്ടാവില്ല എന്നിങ്ങനെയുള്ള വാദങ്ങളുമായി തള്ളിപ്പറയുന്ന കാലമാണിത്. എനിക്ക് പറയാനുള്ളത് തൗഫീഖാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതെല്ലാവർക്കും കിട്ടൂല. ആ ഡേവിഡ് പിഡ്കോക്കിന് ലഭിച്ച, ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസ പിഡ്കോക്കായി മാറിയത് അദ്ദേഹത്തിനുള്ളൊരു തൗഫീഖാണ്. മജീഷ്യന്മാർ മുസ്ലിമീങ്ങളായി മാറിയത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അതുപോലെ ഞാൻ പറയുന്നത്, ചില ആളുകൾ ദൃഷ്ടാന്തങ്ങൾ കൺമുന്നിൽ വന്നാലും അവർ മനസ്സിലാക്കൂല, ചില ആളുകൾക്ക് കണ്ടാലേ മനസ്സിലാക്കുള്ളൂ. ഏതായാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഞാൻ മുസ്ലിം ആവാം എന്ന് പറഞ്ഞ് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ ഇസ്ലാം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരാളുടെ ഈമാനും ഉപകരിക്കൂല. ലം തകുൻ ആമനതു മിൻ ഖബൽ, മുമ്പ് വിശ്വസിച്ചവരുടെ വിശ്വാസം മാത്രമേ ഉപകരിക്കുള്ളൂ. അല്ലാത്തവരുടെ ഈമാൻ, അഥവാ ദജ്ജാലിനെ കണ്ടാൽ, യഅജൂജ് മഅജൂജിനെ കണ്ടാൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാൽ ഞാൻ മുസ്ലിം ആവാമെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അള്ളാഹു സ്വീകരിക്കില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അതിനു മുമ്പേ നന്നായി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ ഖിയാമത്ത് നാളിനെ തള്ളിക്കളയാൻ, നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖാഫിലത്തുർ റാഫിഅ, ചില ആളുകൾ അന്ന് ഉയർന്നവരാണ്, ചില ആളുകൾ അന്ന് താഴ്ന്നവരാണ്. ഇവിടത്തെ അധികാരികളും ധിക്കാരികളും അഹങ്കാരികളുമെല്ലാം ഒരുപക്ഷേ ഇവിടെ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചവരാണെങ്കിൽ അണുക്കളെ പോലെ, ചെറിയ അണുക്കളെ പോലെ മനുഷ്യരെ വരെ ചവിട്ടിക്കൊണ്ട് നടക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ചെറിയ അണുക്കളെ പോലെ ഇവിടെ വലിയ വലിയ രാജാക്കന്മാരാണ്, നേതാക്കന്മാരാണ്, അഹങ്കാരത്തോടെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ധിക്കാരികളാണെങ്കിൽ ആഖിറത്തിലെത്തിയാൽ അണുക്കളെ പോലെ ജനങ്ങൾ അവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അവരവിടെ തീരെ സ്ഥാനമില്ലാത്തവരാണ്. എന്നാൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തഖ്വയിൽ ജീവിച്ചാൽ അത്തരം ആളുകൾ ഉയർന്നവരായിരിക്കും. അവർക്ക് അള്ളാഹു എന്തെന്നില്ലാത്ത മഹത്വം നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ 3 വിഭാഗങ്ങളായി ആളുകൾ മാറുമെന്നാണ്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളായി മാറുമെന്നാണ്. അതിലൊന്നാമത്തേത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷമാണ്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തേത് ഇടതുപക്ഷമാണ്. ഇത് നിങ്ങളുടെ UDF-ഉം LDF ഒന്നും അല്ലേ? നാളെ മാഷറിൽ പോകുമ്പോ UDF-ഉം LDF-ഉം ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചേക്കല്ല. വലതുപക്ഷം, ഇടതുപക്ഷം. എന്താണ് വലതുപക്ഷം, എന്താണ് ഇടതുപക്ഷം? എന്താ വലതുപക്ഷം, എന്താ ഇടതുപക്ഷം? അള്ളാഹു പറയുന്നുണ്ട് 3 വിഭാഗമാണ് നാളെ മഹ്ശറയിൽ മനുഷ്യൻ. 3 വിഭാഗമാണ്. ഒന്ന് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരാണ്. ഓ, എന്തോ ഒരു ഭാഗ്യവാന്മാരാണവർ. പിന്നെയോ വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ, അവരുടെ കാര്യം കഷ്ടമാണ്. ഇടതുപക്ഷക്കാരുടെ കാര്യം കഷ്ടമാണ്. മൂന്നാമത്തേത് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പ്രത്യേകമായി പ്രതിപാദിക്കാനുള്ള വിഷയം അതാണ്. നന്മയിലേക്ക് ഉളരുന്നവരാണവർ, നന്മ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണവർ, നന്മയുടെ വിഷയത്തിൽ ആവേശം കാണിക്കുന്നവരാണവർ.
അത്തരം ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവരെന്റെ സ്വന്തക്കാരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നേരത്തെ ഫിർഔൻ മജീഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ വിജയിച്ചാൽ എന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞതുപോലെ വസ്സാബിഖൂന സാബിഖൂൻ, എന്റെ സ്വന്തക്കാരാണ് ആര്? എപ്പോഴും നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്നവർ. എന്തൊക്കെയാണ് നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുക? എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാരായി മാറുക? ആ ഒരു വിഷയമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം ഒരു 10:55 ഒരു 11:30 ആകുമ്പോഴേക്കും ദുആ കൂടി കഴിഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, മുഅ്മിനീങ്ങളെ വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ നിങ്ങൾ ഓർക്കണം. എന്താണ് വത്തഖൂ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അദാഉ മഫ്തറല്ലാഹ്. ഒന്നെണീറ്റിക്ക്, എല്ലാവരും ഒന്നെണീറ്റിക്ക്. തിരക്കുള്ളവരൊക്കെ പോയിക്കോളെ. നല്ല നിങ്ങൾ ഓരോരാൾ എണീറ്റ് പോകുന്നുണ്ട്. നല്ല തിരക്കുള്ളവരൊക്കെ പോയിക്കോളെ. അതിന്റെ ബാക്കിലുള്ള ആളുകൾക്ക് ഒന്ന് മുമ്പിൽ വരും. തിരക്കുള്ള ആളൊക്കെ പോയിക്കോളെ. തിരക്കില്ലാത്ത ആളുകൾ ഒന്ന് മുമ്പിൽ വന്നിട്ടിരിക്കും. ഇതിന് 1/2 മണിക്കൂറും കൂടി ഉണ്ടാവും. കയറിയിരിക്കുക. ആ ബാക്കിലുള്ള ആളുകളൊക്കെ അടുത്ത് വാ, ഒന്ന് കയറിയിരിക്കും. നിങ്ങളൊക്കെ മുഖം കാണട്ടെ. കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ എറണാകുളം വരെ എത്തിയിട്ട് നിങ്ങളൊക്കെ കാണാതെ പോകാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഒന്ന് കയറിയിരിക്കുക. ബാക്കിലുള്ള ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് മുമ്പിലേക്ക് വാ. സാബിഖൂനെ കുറിച്ചല്ലേ വഅദ് പറയുന്നത്? മുൻകടന്നവർ, അള്ളാഹുവിലേക്ക് മുൻകടന്നവർ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിന്റെ സ്വന്തക്കാർ. ഒന്ന് അടുത്ത് ഇവിടെ വാ. ചെറുപ്പക്കാർക്കൊന്ന് ഇവിടെ നിങ്ങളെ മുഖം ഒന്ന് കാണട്ടെ. കാസർഗോട്ടാരെ പോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോലാണോ നോക്കട്ടെ. ആരാ ഗ്ലാമറൊക്കെ ഉഷാർ? കാസർഗോട്ടാരാണ്? എറണാകുളത്തുള്ള ആളാണ്? നോക്കട്ടെ. വാ, എടുത്തു വാ.